മലയാള സിനിമയിൽ സെൻസർഷിപ്പ് മാനദണ്ഡങ്ങൾ നിലവിൽ വരുന്നു എന്ന സൂചനയാണ് സിനിമാ നയരൂപീകരണ സമിതിയുടെ ചർച്ചാരേഖയിലുള്ളത്. സിനിമയുടെ പ്രമേയത്തിൽ നിയന്ത്രണങ്ങൾ വേണമെന്ന ആവശ്യം മുന്നോട്ട് വരുമ്പോൾ കലാകാരന്മാരുടെ സ്വതന്ത്ര ആവിഷ്കാരത്തെ അത് ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിരവധി നിർദ്ദേശങ്ങളാണ് ചർച്ചാരേഖയിലുള്ളത്. ലൈംഗിക അതിക്രമം, ജാതി ദുരുപയോഗം, വിദ്വേഷ പ്രസംഗം തുടങ്ങിയവ ചിത്രീകരിക്കുന്നതിന് സൂക്ഷ്മമായ മാനദണ്ഡം നിർമ്മിക്കണം. ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ഉള്ളടക്കം ഉറപ്പുവരുത്തണം. മലയാള സിനിമയ്ക്കായുള്ള സെൻസർ ബോർഡിൽ ജെൻഡർ ജസ്റ്റിസ്, സൈക്കോളജി, ദളിത്, LGBTQAI+ വിദഗ്ധരെ നിർബന്ധമായും ഉൾപ്പെടുത്തണം. സിനിമയുടെ കഥ മനസാക്ഷിക്ക് നിരക്കുന്നതും സ്വാധീനശേഷിയുള്ളതുമാണെന്ന് ഉറപ്പാക്കണമെന്നും തുടങ്ങിയതാണ് നിർദ്ദേശങ്ങൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാചാലരാകുന്ന ഇടത് സർക്കാർ അണിയറയിൽ കടുംവെട്ടിനാണോ ഒരുങ്ങുന്നതെന്ന സംശയമാണ് ബാക്കി നിൽക്കുന്നത്. സിനിമയ്ക്കുള്ള സ്വതന്ത്ര പരിവേഷത്തെ നമ്മൾ ചോദ്യം ചെയ്തേയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ നിങ്ങൾക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നാട്ടിലുണ്ട്. ആ എടുക്കുന്ന സിനിമ മൂല്യമുള്ളതായിരിക്കണം. അത് ജനങ്ങൾക്ക് പ്രയോജനകരമായിരിക്കണം. അല്ലാതെ തൻ്റെ 10 പൈസ ഉണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു മൂല്യമില്ലാത്ത മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന അല്ലെ വിദ്വേഷത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ ആകരുത്. കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ള സെൻസർ വിഷയത്തിൽ കേരളത്തിന് എത്തരത്തിൽ ഇടപെടാനാകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രധാനമാണെന്ന നിലപാടിലാണ് കേരള ചലച്ചിത്ര അക്കാദമിയും. ഒരു സെൻസർഷിപ്പും കലയുടെ പേരിൽ ഉണ്ടാകരുത് എന്നതാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആനുകൂല്യം വെച്ചിട്ട് എന്തും ആവിഷ്കരിക്കാം, എങ്ങനെയും ആവിഷ്കരിക്കാം, ആരെക്കുറിച്ചും എന്തും പറയാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് അതിനെ ദുരുപയോഗപ്പെടുത്തുന്നതിനെ ആണ് നമ്മുടെ ചില വിമർശനങ്ങൾ വരാറുള്ളത്. വയലൻസ് ദൃശ്യങ്ങളുടെ അവതരണം, ലഹരി ഉപയോഗത്തിന്റെ ചിത്രീകരണം തുടങ്ങി വിഷയാധിഷ്ഠിതമായ നിർദ്ദേശങ്ങളിൽ കാര്യങ്ങൾ ഒതുക്കാതെ സിനിമയുടെ പൊതുവായ പ്രമേയത്തിൽ ഇടപെടൽ നടത്തുന്നതാണ് ഇവിടെ വിമർശനത്തിന് കാരണമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സെൻസർ നയങ്ങളെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ ചിത്രത്തിന്റെ പ്രമേയത്തിൽ ഇടപെടാനുള്ള പഴുതുകൾ തുറന്നിടുകയാണോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്.